2023 ഡിസംബറിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലേക്ക് ഞങ്ങൾ നടത്തിയ ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് ഈ ട്രാവൽ സീരീസ്. കേരളത്തോട് ഒത്തിരി സിമിലാരിറ്റീസും അതുപോലെ തന്നെ ധാരാളം വ്യത്യാസങ്ങളുമുള്ള ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ശ്രീലങ്ക. നമ്മുടെ ശ്രീലങ്ക ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊളംബോയിൽ നിന്നാണ്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 1.25 മണിക്കൂറായിരുന്നു കൊളംബോ വരെയുള്ള ഫ്ലൈറ്റ് ടൈം. നമ്മൾ കൊളംബോ എയർപോർട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാലാണ് കൊളംബോയ്ക്കുള്ള ബസ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഓട്ടോയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ നടക്കാമെന്ന് വെച്ചാൽ 1.5 കിലോമീറ്റർ ആയതുകൊണ്ട് നടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറേ ഓട്ടോക്കാരൊക്കെ വന്ന് ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് നടക്കാനാണ് പ്ലാനെങ്കിൽ നോ പറഞ്ഞിട്ട് നടക്കുക, കുഴപ്പമൊന്നുമില്ല, വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. 2023 ഡിസംബറിലാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത്. ഇതിവിടെ റെയിനി സീസണാണ്. നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫ് സീസണാണ്. അപ്പോൾ സ്റ്റേ ഒക്കെ അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടും, അതേപോലെ തിരക്കും കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സീസൺ ചൂസ് ചെയ്തത്. സിം നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു. ഡയലോഗ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സിമ്മാണ് എടുത്തത്. 50 GB ഡാറ്റ, 1 മന്ത് വാലിഡിറ്റി, 2400 ശ്രീലങ്കൻ റുപ്പിയാണ് ആയത്. ഏകദേശം 600 ഇന്ത്യൻ രൂപ വരും. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലുള്ള ഫോർട്ട് ഏരിയയിലേക്ക് പോകുന്ന ബസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 200 ശ്രീലങ്കൻ റുപ്പീസാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഏകദേശം 50 ഇന്ത്യൻ റുപ്പീസ്. ഒരു ഇന്ത്യൻ റുപ്പിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ശ്രീലങ്കൻ റുപ്പിയാണ് ആവുന്നത്. അധികം ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഈ ലോക്കൽ ബസ് തന്നെയാണ്. ബസ് ഇറങ്ങി ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലെത്തും. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെയുള്ള പേട്ട മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. 1300 ഇന്ത്യൻ രൂപയാണ് റൂമിനായി. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് പേട്ട മാർക്കറ്റിലേക്ക്. അപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ച് അങ്ങോട്ട് പോവുകയാണ്. കൊളംബോ ആണ് ശ്രീലങ്കയിലെ ഏറ്റവും വലിയ സിറ്റി ആൻഡ് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ. കൊളംബോ പോർട്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തുറമുഖങ്ങളിലൊന്നാണ്. കൊളംബോയിലെ ഏറ്റവും തിരക്കുള്ള സ്ട്രീറ്റാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഈ പേട്ട മാർക്കറ്റ്. ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്ന ബിൽഡിംഗ് ആണ് റെഡ് മസ്ജിദ്. ഇത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊന്നാണ്. 1908 ഇത് പണിതത്. ഈ റെഡ് ആൻഡ് വൈറ്റ് പാറ്റേൺ ഒരു യുണീക്കായിട്ടുള്ള ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിന്. ഓഫ് സീസൺ ആയിട്ട് പോലും അത്യാവശ്യം ഫോറിനേഴ്സൊക്കെ ഈ മസ്ജിദ് കാണാനായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടെ. മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടൽ ബാങ്ഷാൽ. ഗൂഗിളിൽ നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വെച്ചു ലഞ്ച്. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. യെല്ലോ കളർ റൈസും പിന്നെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ പീസും, അതുപോലെ കുറച്ച് ചിക്കൻ്റെ പീസ് റൈസിലുണ്ടായിരുന്നു. വലിയ ഫ്ലേവറൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. നമ്മൾ തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഫോർട്ട് ഏരിയയിലേക്ക് വന്നു. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റി ആയിട്ടുള്ള ഏരിയയാണ്. നമ്മൾ വന്നത് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ്. ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഇവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്ന് തോന്നുന്നു. കുറേ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ സ്ട്രീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതേപോലെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമ്മൾ ഏതായാലും കറക്റ്റ് ടൈമിനാണ് വന്നത്. നമുക്കിവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. പ്രോൺസ് വെച്ചിട്ടുള്ളൊരു സ്നാക്കും പിന്നെ ചിക്കൻ സോസേജ് വെച്ചുള്ളൊരു സ്നാക്കുമാണ് നമ്മൾ വാങ്ങിയത്. രണ്ടും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പ്രോൺസ് എനിക്ക് കഴിക്കാൻ പറ്റില്ല, അലർജിയാണ്. അപ്പോൾ അതുകൊണ്ട് അർച്ചന ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതൊന്നും പ്രോപ്പർ സ്ട്രീറ്റ് ഫുഡ് സ്റ്റോളുകളാണെന്ന് തോന്നുന്നില്ല. ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഹോട്ടൽസ് ഔട്ട്ലെറ്റ് ഇട്ടതായിരിക്കും. ഇവിടെ ഷെഫിൻ്റെ ഡ്രസ്സ് ഇട്ട ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വിലയും കുറച്ച് കൂടുതലാണ്. ബാർബിക്യൂ ചിക്കനും ഫ്രൈസുമാണ് നമ്മൾ വാങ്ങിയത്. ഇതല്ലാതെ ഒതൻറ്റിക് ആയിട്ടുള്ള ശ്രീലങ്കൻ ഫുഡൊന്നും നമ്മളിവിടെ അങ്ങനെ അധികം കണ്ടില്ല. എന്തായാലും ഈ വാങ്ങിയ സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ നിങ്ങൾ കൊളംബോയിൽ വരുമ്പോൾ പറ്റുമെങ്കിൽ ഈ ഫോർട്ട് ഏരിയ തന്നെ സ്റ്റേ ചെയ്യാൻ നോക്കുക. അത്യാവശ്യം നല്ല വൈബുള്ളൊരു സ്ഥലമാണിത്. പക്ഷേ സ്റ്റേ ഒക്കെ കുറച്ച് കത്തിയാണ് ഈ ഏരിയയിൽ. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ അത്യാവശ്യം നല്ലൊരു ഓപ്ഷനായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഏതായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗോൾഫ് ഫേസ് എന്നൊരു ബീച്ചുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം.
ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോഷ് ഏരിയ പോലത്തെ സ്ഥലമാണ്. കുറേ ഗവൺമെൻറ് ബിൽഡിങ്സും അതേപോലെ 5 സ്റ്റാർ ഹോട്ടൽസൊക്കെ ഉള്ള ഭാഗമാണിത്. ഈ കാണുന്നതാണ് കൊളംബോ ലോട്ടസ് ടവർ. 350 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഫോർട്ട് ഏരിയയിൽ എവിടെ നിന്നാലും ഈ ബിൽഡിംഗ് കാണാൻ പറ്റും, അത്രയ്ക്ക് ഹൈറ്റാണ് ഇതിന്. 2019 പണി കഴിഞ്ഞ ഇതാണ് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ടോളസ്റ്റ് സെൽഫ് സ്റ്റാൻഡിങ് സ്ട്രക്ചർ. ഇതെല്ലാം വിക്കിപീഡിയ കണ്ടതാണ് കേട്ടോ. ബീച്ചെത്തി. അപ്പോൾ ബീച്ച് എന്ന് പറയാനായിട്ട് ഇവിടെ അങ്ങനെ കടൽ തീരമില്ല, നമ്മുടെ ഫോർട്ട് കൊച്ചി പോലെയാണ്, കടലിങ്ങോട്ട് കയറി കിടക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല രസമാണ്. ഇഷ്ടം പോലെ സ്ട്രീറ്റ് ഫുഡ് ഷോപ്പുകളുണ്ട് ഇവിടെ. അപ്പോൾ മെയിനായിട്ടും നമ്മളവിടെ കണ്ട സംഭവങ്ങളൊക്കെ തന്നെ പ്രോൺസിൻ്റെ വട, അതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. പിന്നെ പഴങ്ങളും പച്ചക്കറികളും എടുത്തിട്ട് പിക്കിൾ ചെയ്ത് വെച്ചേക്കുന്നു. അച്ചാറെന്ന് തന്നെയാണ് ഇവർ പറയണേ. നമ്മുടെ നാട്ടിലെ അച്ചാർ പോലെ തന്നെ ചെറിയ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ ഒരു ബാൻഡിൻ്റെ പ്രോഗ്രാം നടക്കുമായിരുന്നു. അതേപോലെ ഒരു സാന്റാക്ലോസും ഉണ്ട്. നാട്ടുകാരും ഫോറിനേഴ്സും എല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. ഒരു പ്രോപ്പർ ക്രിസ്മസ് വൈബ്, നല്ല രസമുണ്ട്. അതുപോലെ ഡാൻസ് കളിക്കുന്ന ലോക്കൽസൊക്കെ ആർക്കും ഒരു ശല്യം ഉണ്ടാകാതെ എല്ലാവർക്കും സ്പേസ് കൊടുത്ത് വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. നമ്മുടെ നാട്ടുകാരൊക്കെ ഒന്ന് കണ്ട് പഠിക്കേണ്ട സംഭവമാണിത്. എന്താണെങ്കിലും നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ സമയം രാവിലെ 6:30 നമ്മൾ കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. 7 മണിക്കുള്ള ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ നമുക്ക് ക്യാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ടിക്കറ്റ് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2.5 മണിക്കൂർ വരുന്ന ജേണിയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 1000 ശ്രീലങ്കൻ റുപ്പി, ഏകദേശം 250 ഇന്ത്യൻ രൂപയാണ് ആയത്. കൊളംബോയിൽ നിന്ന് 115 കിലോമീറ്ററാണ് ക്യാൻഡിയിലേക്കുള്ള ദൂരം. ഒരുപാട് ഹിൽ സ്റ്റേഷൻസ്, ഇമ്പോർട്ടൻ്റ് ഹെറിറ്റേജ് സൈറ്റിലേക്കൊക്കെ പോകാനുള്ള ഒരു ബേസ് പോലത്തെ സ്ഥലമാണ് ക്യാൻഡി. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ദിവസം മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ പറ്റുന്ന അത്രയും നമുക്ക് കാണാം, അതാണ് നമ്മുടെ പ്ലാൻ. ഈ സ്റ്റേഷൻ കണ്ടു കഴിഞ്ഞാൽ കൊളംബോ പോലത്തെ വലിയ സിറ്റിയിലെ സ്റ്റേഷനാണെന്ന് തോന്നുകയില്ല. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനുകൾ പോലെ തിരക്കൊന്നുമില്ല. അതുപോലെ ട്രെയിനുകളുടെ എണ്ണവും തീരെ കുറവാണ്. ഒരുപാട് ഫെസിലിറ്റികളൊന്നും ഇല്ലെങ്കിലും സ്റ്റേഷൻ അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ അത്യാവശ്യം ദൂരം ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രീലങ്കൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകുമായിരിക്കും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ട്രെയിൻ വന്നു. ഈ ട്രെയിൻ ക്യാൻഡി വരെ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വലിയ തിരക്കില്ല. ഇതാണ് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്. ഓരോ സൈഡിൽ 2 സീറ്റുകൾ വെച്ചിട്ടാണുള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളൊക്കെ വളരെ നല്ലൊരു ട്രെയിനാണിത്. നമ്മളീ പോകുന്ന കൊളംബോ ക്യാൻഡി റെയിൽ റൂട്ടിനെ മെയിൻ ലൈൻ എന്നാണ് പറയുന്നത്. ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെയിൽ റൂട്ടാണിത്. കൊളംബോ തൊട്ട് ബാദുല വരെ 290 കിലോമീറ്ററാണ് ഈ മെയിൻ ലൈൻ. ഈ റൂട്ടിലാണ് ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള നുവാരേലിയ എല്ലാ എന്ന സ്ഥലങ്ങളൊക്കെ. ഇത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റെയിൽ റൂട്ട്സിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ നമുക്ക് ഈ റൂട്ടിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ ഒരു ദിവസം ക്യാൻഡി എക്സ്പ്ലോർ ചെയ്തിട്ട് വീണ്ടും മെയിൻ ലൈനിൽ തന്നെയാണ് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുറത്തേക്ക് നോക്കിയാൽ കേരളം തന്നെയാണെന്നേ തോന്നുള്ളൂ. കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയാണ്. നെൽപ്പാടങ്ങളും തെങ്ങും വാഴയും അതോടൊപ്പം ചെറിയ മഴയും എല്ലാം കൂടെ ആയിട്ട് കേരളത്തിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ക്യാൻഡിയിലെ കാഴ്ചകൾ കാണാം. അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക.